കണ്ട തലയിലാണ് ഇവള് മിക്കവാറും വന്ന് കയറുന്നത്. തലയിലും തോളത്തും കയറാറുണ്ട്. പറക്കാൻ നോക്കുക. ഇത് തന്നെ പരിപാടി. ദേ ചേട്ടാ, ചേട്ടാ ഇത് കണ്ടോ? അയ്യോ, ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ രാവിലെ എഴുന്നേറ്റതാ ഈ മുറ്റത്തോടെ ഇങ്ങനെ ഉലാത്തുകയാണ് കേട്ടോ. റോസാപ്പൂ കണ്ടോ? ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പൂ റോസാപ്പൂവാണ്. അപ്പം കാരണം വേറൊന്നുമല്ല, മഴയില്ല, രാവിലെ മഴയില്ല, ചെറിയ തോതിൽ വെയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് വൈറ്റമിൻ ഡി വാങ്ങിയെടുക്കാൻ പറ്റുമോ നോക്കുക. കാരണം എനിക്ക് ഏറ്റവും കുറവുള്ള കാര്യം വൈറ്റമിൻ ഡിയാണ്. അത് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. നമുക്ക് മാനസിക വിഷമം, ഡിപ്രഷൻ, അത് ഇത്, അസ്ഥിക്ക് വേദന, കാൽസ്യം കുറവ്, ഏതാണ്ടെല്ലാം കുറവ് വരും അതിനകത്തുനിന്ന്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ വെയിൽ വരുന്നുണ്ട് കേട്ടോ. കാണാതെ പോയാൽ സൂര്യനൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ മഴക്കാറും ഉണ്ടേ, നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നട്ട് വെച്ച വഴുതനങ്ങ ഒക്കെ ഒരു പരുവായിട്ടിരിക്കുക. ഇതേ വരുന്ന ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അപ്പുറത്തെ വീട്ടിൽ കൂടി വരുന്ന ആ മനുഷ്യനെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ, അത് ആരാണെന്നുള്ള കാര്യം. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. മഴക്കാലത്ത് അങ്ങനെ അധികം പൂക്കളുമിറ്റൊന്നും ഉണ്ടാകാറില്ല. മഴക്കാലത്ത് അധികം പൂക്കൾ ഉണ്ടാകാറില്ലേ. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഈ ചട്ടിയിൽ നിർത്തിയ ഈ ചെടി ചേട്ടൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന റോസാ ചെടിയാണ് കേട്ടോ. അത് വേറെ ചട്ടിയിലേക്ക് ചേട്ടൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ എന്നിട്ട് ചാണകവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നന്നായിട്ട് പൂ വന്നിട്ടുണ്ട്, മൊട്ട് വരുന്നുണ്ട്. ഈ മഴക്കാലത്താണെങ്കിലും നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് ചെറിയ പൂക്കൾ അത്യാവശ്യം വലിയ പൂവായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ ചട്ടി അതുപോലെ തന്നെ ഇതാ ഈ ചട്ടിയിലും, ഈ രണ്ട് ചട്ടിയിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും വലിയ പൂക്കളൊന്നുമില്ല. നമുക്ക് തോട്ടത്തിലാണെങ്കിലും വലിയ പൂക്കളൊന്നുമില്ലേ. പക്ഷേ ചട്ടിയിൽ നിർത്തിയതിന് നന്നായിട്ട് പൂക്കളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുല്ലയ്ക്കൊക്കെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതുണ്ട്, മുല്ലയ്ക്കൊക്കെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിന് സത്യം പറഞ്ഞാൽ നമുക്ക് പൂവില്ല, നമ്മൾ പൂ വാങ്ങേണ്ട വരും. കുറച്ച് കോളാമ്പിപ്പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചെത്തിയാണേലും വലിയ കാര്യമായിട്ടൊന്നുമില്ല. മഞ്ഞ കളറിലുള്ള കുറച്ച് കോളാമ്പിപ്പൂവും ഉണ്ട്. പിന്നെ ഒരു വള്ളി കോളാമ്പിയേലും ഉണ്ട്. ഇതേ നല്ല ഭംഗിയുള്ളൊരു പൂമ്പാറ്റ വന്നിരിക്കണം, നോക്കിക്കേ. അയ്യോ, എനിക്ക് പൂമ്പാറ്റയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ആ പൂമ്പാറ്റയുടെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? രണ്ടറ്റത്തും അല്ലാതെ രണ്ട് പൂമ്പാറ്റയാണ് കേട്ടോ. സോറി അളിയ, രണ്ട് പൂമ്പാറ്റയാണെന്ന് തോന്നുന്നു. അത് ഒറ്റയാണോ? ഒരു പൂമ്പാറ്റയുള്ളോ? അങ്ങാപ്പുറം ഇങ്ങാപ്പുറം തല കാണാം. എന്തോ ഞാൻ തൊട്ട് അതിനെ വിഷമിപ്പിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. ഇതാ വൈറ്റ് കളറ് പൂമ്പാറ്റ. നല്ല രസമുണ്ടല്ലേ കാണാൻ. നോക്കിയപ്പോൾ ഈ റോസാപ്പൂവിലൊരു വണ്ടിരിക്കണം കണ്ടോ. പക്ഷെ നമ്മുടെ കനകാമ്പരം പൂത്ത് നിൽക്കുന്നുണ്ടോ? ഒരു പൂവേ ഉള്ളു. മുല്ലപ്പൂവിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കോർത്ത് തലയിലൊക്കെ വയ്ക്കുമായിരുന്നു. പിന്നെ ഒത്തിരി പേര് എൻ്റെ ഈ ഒരു പൂച്ചെടി കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചതാണ് കേട്ടോ, ഈ 10 മണിപ്പൂ ഇപ്പോൾ കാണാനില്ലല്ലോ, 10 മണിപ്പൂ ഇപ്പോൾ കാണാനില്ലല്ലോ എന്നിട്ടോ. ഈ വാഗക്കാടൊരു വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടതാണ്. അതിപ്പോൾ ഈ ചെടിയിലൊക്കെ ചേട്ടൻ നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, ചട്ടിയിൽ നട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പുല്ലും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ചേട്ടൻ 2-3 ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് നമുക്ക് കൂടുതൽ ചട്ടികളിലേക്ക് മാറ്റണം. നല്ല രസമായിരിക്കും. ഇത് കുറേ ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കൂടെ ഒരാൾ നടക്കുന്നുണ്ട് കേട്ടോ. അതെ, ഒരു തുളസി അതുപോലെ തന്നെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ആടലോടക, ചുമക്കൊക്കെയുള്ള മുട്ടയുടെ കൂടെയൊക്കെ പൊരിച്ച് കഴിച്ചാൽ ചുമ നിൽക്കും. ആടലോടകമാണ് കേട്ടോ ഇത്. നല്ല തിരുമ്മിയ, നാളെ ചേട്ടൻ്റെ ആൻസിൻ്റെ കഴുത്ത് വെട്ടിപ്പോയപ്പോഴും ചേട്ടൻ്റെ കൈ വെട്ടിപ്പോയപ്പോഴൊക്കെ തിരുമാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ മുതലക്കൊടുത്തൊരു ശശി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത്, ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടതാണ്. ഇതേ ഈ ആടലോടൊക്കെ ആ ചേട്ടൻ പറിച്ച് തന്നു വിട്ടതാണ്. അങ്ങനെ പിന്നെ ഇത് നമ്മൾ വാഗമണ്ണിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച റോസയാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് വളർന്നു. അത് നമുക്ക് വെട്ടിയിട്ട് വേറെ ഒരു കാവി കളർ റോസാപ്പൂവാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് റോസും കൂടെ ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര റോസാപ്പൂ, ഒരു ബ്ലാക്ക് കളറിലുള്ള ബ്ലാക്ക് റെഡ് എന്ന് പറയും. അപ്പം ആ റോസ പോയി, അത് ചീഞ്ഞു പോയി പതുക്കെ. അതെ നമ്മുടെ 10 മണിപ്പൂവ് ഡാൻസിന് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. എന്തോ സമ്മാനം, എന്തോ ഒരു പ്രൈസ് എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയതാണ്. ഈ ഒരു ചെടി ഇലമുളച്ചി പോലെയുള്ള ചെടി, അത് ഇല കൊണ്ട് നമ്മൾ വെച്ചതാണ്. ഇപ്പം ആ ഇലയിൽ നിന്ന് ഇത് തണ്ടായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ ദിവസം ആൻസ് നട്ട് വെച്ച ഞാവൽ. ഇത് പിന്നെ നമ്മുടെ പഴയ ചാമ്പ 2 ചേച്ചിക്ക് കൊണ്ട് കൊടുത്തു. 2 ഉണ്ട് ഇനി ഇവിടെ. ഇതും ആൻസ് കൊണ്ട് നട്ട് വെച്ചതാണ്. ഈ കറ്റാർ വാഴ. എൻ്റെ ചെമ്പരത്തി കംപ്ലീറ്റ് പോയി എന്നോർത്തിരുന്നപ്പം ചെറുതായിട്ട് തളിർപ്പ് വരുന്നുണ്ട്. പോയിട്ടില്ല. അപ്പം അവിടെ വെച്ച് വെട്ടി നിർത്തിയാൽ മതിയായിരിക്കും, കുറ്റിയായിട്ടേ. ചെറുതായിട്ട് തളിർപ്പ് വരുന്നുണ്ട്. ബാക്കി മൊത്തം പോയി. എന്താണ് അങ്ങനെ പോയെന്ന് അറിഞ്ഞൂടാ. പിന്നെ ചീര അതുപോലെ പോയതായിരുന്നു. വീണ്ടും തളിർത്ത് വരുന്നുണ്ട്. അതൊന്ന് വെട്ടി നിർത്തണം. മുറ്റം നിറച്ച ഇലയാണ് കേട്ടോ. തുടർച്ചയായിട്ട് മഴയല്ല, നമുക്ക് അടിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ആ മഴ ഇപ്പോൾ പെയ്യും. ആ മഴ ഇപ്പോൾ പെയ്യുമെന്നാണ് തോന്നണേ. ഒത്തിരി നാളായില്ലേ നമ്മൾ മുൻവശത്തേക്കൊക്കെ ഇറങ്ങിയിട്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിൽക്കുന്നുണ്ടോ. എനിക്ക് ജീവനായിനെ, ഭയങ്കര ഇഷ്ടമാണ് എനിക്കവനെ. മറ്റുള്ളവരൊക്കെ മറ്റു താറാ കുഞ്ഞുങ്ങളൊക്കെ വലുതായി കേട്ടോ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടില്ലേ. അവരൊക്കെ ഇച്ചിരി വലുതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൽഗവും അതുപോലെ തന്നെ നമ്മുടെ ഗിനിക്കോഴി കേട്ടോ. പിന്നെ നമ്മുടെ കരിങ്കോഴിപ്പട. ഇത്രയും പേര് ഇവിടെ പുറത്താണ്. കുറേ താറാവും കരിങ്കോഴിയും കൽഗവും ഗിനിക്കോഴിയും ഒക്കെ പുറത്താണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നെറ്റിനകത്താണ് കേട്ടോ. അവർ ഇന്നലെ പിടിച്ചിട്ടതാണ്. പുല്ലിട്ട് കൊടുത്തിട്ടുണ്ട് തിന്നാൻ. ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പുണ്ട്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കുത്തം കയറി പോയായിരുന്നു, നമുക്ക് പൊടിപ്പിക്കാൻ പറ്റാതെ വന്നു. അപ്പം പിന്നെ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. താറാമേ എടാ. ഓ അവൻ മുടി സ്പൈക്ക് ചെയ്ത് വെച്ചേക്കണം, നോക്കിക്കേ. ഓ മുടി സ്പൈക്ക് ചെയ്ത് വെച്ചേക്കുള്ള ചെറുക്കൻ. ഇന്നടാ എൻ്റെ തോട്ടം നോക്കിക്കേ. എന്നെ കൊത്താൻ റെഡി ആയിട്ടാണ് നിൽക്കണതേ. ഇപ്പം ഞാൻ പോകുമ്പോൾ കണ്ടിട്ടേ ഫ്രണ്ട് ചിലപ്പോൾ അവൻ എൻ്റെ പുറകെ വരും കേട്ടോ. ചിലപ്പോഴേ വരത്തുള്ളൂ. താറാമേ പോവുകയാണേ. ചേട്ടാ എന്നെ കൊത്താൻ തന്നെ നോക്കിക്കേ. എന്നെ കൊത്താനായിട്ട് നടക്കണം. ഇവൻ എന്നെ കൊത്താൻ നടക്കണേ. നിനക്കെന്നാടാ എന്നെ കൊത്താൻ? നിനക്കെന്നാടാ എന്നോട് ഇത്ര വൈരാഗ്യം? നിക്കടാ അവിടെ. ഓടും പിടിക്കാനല്ല ഓടൂതേ. പക്ഷെ ആ പിടിക്കുക എൻ്റെ ഫോണുള്ളതുകൊണ്ട് അല്ലാനിപ്പോൾ അവനെ പിടിച്ചാനെ. താറാമേ ഞാൻ പോവുകയാണേ. ടാറ്റാ. ഇതൊന്ന് പിടിച്ചേ. ആകാശമൊക്കെ മൂടി വൈറ്റമിൻ ഡി ഒക്കെ സ്റ്റോപ്പായിട്ടോ. താറാമ എന്നെ കൊത്താൻ ഓടിച്ച് ഞാൻ തിരിച്ചു പോവുക. താറാമേ പോവുകയാണേ. ടാറ്റാ. അവന് വിഷമമാണ് ഞാൻ പോകുമ്പോൾ. ഞാൻ എടുത്തു കഴിയുമ്പോൾ അവന് തോളത്തണങ്ങാതിരിക്കും, ഇങ്ങനെ ചാഞ്ഞ് കിടന്നോളൂ. കളിക്കണതാ. തേങ്ങ വിളിക്കാതെ തന്നെ മോളിൽ നിന്ന് തേങ്ങ വന്ന് പടാന്ന് ചാടി. ഇനിയും ചാടാനുണ്ടോ ചേട്ടാ? ആ ഉണ്ടല്ലോ, ചാടാനുണ്ടല്ലോ ഇനി. ഞാനൊരു പൂവനെ കാണിച്ചിരാവേ. ഇവന് കണ്ണ് കാഴ്ച കുറവായിരുന്നു ഇവൻ. എന്നിട്ട് ഇവൻ നല്ല സുന്ദരനായിട്ട് ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ടിരുന്നവനാണേ. തിന്നോടാ
എന്നാ ഇവനെ ഈ സ്റ്റെപ്പ് കയറി പരപ്പുറത്ത് കയറും. എന്നിട്ട് ഇവൻ ഇതിലെ വരും. ഈ സ്റ്റെപ്പ് കയറി പോയിട്ട് ഇവൻ ഇതിലെ വരും. എന്നിട്ട് ഇവൻ ഇതിലിങ്ങനെ ഊർന്നു വന്ന് താഴേക്ക് ആടും. ചാടി അവൻ നേരെ അവിടെ നിന്ന് താഴെ പോന്നു. അവൻ്റെ കാര്യം തീർന്ന്. ഇപ്പം നടക്കുകയോ ഇല്ല അവൻ്റെ അവസ്ഥ. ധാരാളം ഒറ്റയ്ക്ക് ഇറക്കണം. നോക്കിക്ക് പള്ളി പൊക്കോ. മഴ വന്നിട്ടുണ്ടല്ലോ. പൈസ ഉണ്ടോ? പൈസ ഒന്നുമില്ല. ചില്ലറയൊന്നുമില്ല അല്ലേ? എടാ നിനക്ക് ബെൽറ്റ് വാങ്ങാൻ തന്ന പൈസ ഇരിക്കണില്ലേ? അതെടുത്തു. അപ്പം ഇവനെ ഒന്ന് കൊണ്ടുവിടാം. അവനെ നല്ല മഴയാണ് വന്നത്. ഇപ്പം ബസ്സും കുറവായിരിക്കും ഈ സമയത്ത്. 9 മണി കഴിഞ്ഞാൽ. ഇപ്പം നല്ലൊരു തട്ടുപൊളി. ഇപ്പം മഴ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു മഴക്കാറാണ് കയറിയേക്കുന്നത്. അത് മഴ പെയ്യും എന്താണെങ്കിലും. MG യൂണിവേഴ്സിറ്റി എക്സാം മാറ്റി വെച്ചായിരുന്നു. മഴ ആയതുകൊണ്ട് തിങ്കളാഴ്ച ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. മാറ്റി വെച്ച നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു ഞങ്ങൾക്ക്. ഇവർ ഭയങ്കര സേഫായിട്ട് ഇങ്ങനെ കിടക്കും. പ്രാണിയുടെ കുഞ്ഞും. എനിക്കതിൽ ഏറ്റവും അത്ഭുതം തോന്നിയത് എന്നാന്നറിയോ? ഇത്രയും മഴക്കാലത്തും ആ ചട്ടിയിൽ നിന്ന റോസ് അതുപോലെ പൂത്തത്. നല്ല മുഴുത്ത പൂവായിട്ട്. ആ പൂച്ചക്കുഞ്ഞിനെ കയറ്റി വിടണം. ആ പൂച്ചക്കുഞ്ഞ് ഓടി വണ്ടിയുടെ അടിക്കറ. ചേട്ടനെ കണ്ട സൂട്ടനും പള്ളിയിലേക്ക് ഇറങ്ങിയൊരു കൊച്ചിടേങ്കടെ നമ്മൾ പള്ളിയിലേക്ക് കഴിക്കുന്ന കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുത്തുള്ളത്. അങ്ങനെ ആദ്യത്തെ കുർബാന കഴിഞ്ഞുള്ള ആൾക്കാരൊക്കെ പോകുന്നു. അടുത്ത കുർബാനയ്ക്കുള്ള ആൾക്കാരൊക്കെ കയറുന്നു. അങ്ങനെയൊക്കെ പള്ളി ബിസിയാണിന്ന്. കടകൾ സൺഡേ ആയതുകൊണ്ട് കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നു. പിന്നെ ഇവിടെയുള്ള ഷോപ്പൊക്കെ ഉണ്ട്. നല്ലൊരു മഴക്കോള് കാണുന്നുണ്ട്. ബസ്സില്ല. ഞായറാഴ്ച ആയ പകുതി ബസ്സില്ല. ഭയങ്കര പാടാ. ബസ് ഉണ്ടാവേ ഇല്ല. ചട്ടയും മുണ്ടൊക്കെ കൊടുത്തിട്ട് അമ്മാമേനെ കണ്ട. ഇപ്പൊ ചട്ടയും മുണ്ട് കൊടുത്ത ആൾക്കാരെ ഒന്നും കാണാനില്ലല്ലേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ പറയുമായിരുന്നേ, ഭാവിയിൽ എന്നെ ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേരൊക്കെ വളർന്നു കഴിയുമ്പോഴേ ചട്ടയും മുണ്ടും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പിള്ളേർ ചോദിക്കും. ആ ഡ്രസ്സിട്ട് ആരെയും പിള്ളേർ കാണുന്നില്ലല്ലോ. ഫോട്ടോയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഫോട്ടോയിൽ പോലെ ഈ ചട്ട ഇത്രയും ഭാഗമുള്ള ഫോട്ടോയൊക്കെ പഴയ ആൾക്കാരുടെ കാണുള്ളൂ. ഫുൾ സൈസ് ഫോട്ടോയൊന്നും കാണത്തില്ല. അത് നേരെ നിൽക്കുമ്പോൾ പുറകിലേക്ക് ഇടുന്ന ഞൊറി പോലും ആരും കാണത്തില്ല. അപ്പോൾ ആ പിള്ളേർ ചോദിക്കും ചട്ടയും മുണ്ടെന്ന് വെച്ചാൽ എന്തുവാന്ന് ചോദിക്കും. പക്ഷേ ജീസസ് പക്ഷേ ഈ സെറ്റും മുണ്ടും ഉണ്ടല്ലോ. സെറ്റും മുണ്ടും എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. പണ്ടുള്ള അമ്മാമ്മമാർ സെറ്റ് മുണ്ട് കൊടുക്കുന്നവരാണ്. ഇപ്പോഴും സെറ്റ് മുണ്ടുണ്ട്. പക്ഷേ ചട്ടയും മുണ്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുസ്ലിംസ് ഉമ്മമാരൊക്കെ കൊടുക്കുന്ന പഴയ മോഡല് മുണ്ട് കൊടുത്ത് ഇവിടെ ഞൊറി മുമ്പിൽ ഇങ്ങനെ പോലെ ഞൊറിയൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കുന്ന രീതിയിലുള്ള ആ ഡ്രസ്സും ഇല്ലാണ്ട് വരും. ചട്ടയും മുണ്ടും ഇല്ലാണ്ട് വരും. ചട്ടയും മുണ്ടും ആ മുണ്ട് നീളമുള്ള മുണ്ടല്ലേ, ആ മുണ്ടൊന്നും ഭാവിയിലേക്ക് ഇനി ഉണ്ടാവില്ലായിരിക്കും. അല്ലേ ചേട്ടാ? പിന്നെ അത് പണ്ടത്തെ കാലത്തെ ഡ്രസ്സിങ് രീതികളൊന്നും ഇപ്പം ഇല്ലല്ലോ. അപ്പം അതുപോലെ ആ ഒരു വേഷവും ഇങ്ങനെ അന്യം നിന്ന് പോകും. മഴാകാശം കണ്ടിട്ടുണ്ടോ? കാണാൻ ഭയങ്കര ഭംഗിയാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാലുള്ള ആകാശം കാണാനായിട്ട് ഇരുണ്ട് മൂടിക്കിടക്കും ഇതുപോലെ. കണ്ടോ? ഇടയ്ക്ക് വെട്ടമുണ്ട്, ലൈൻസ് പോലെ. സത്യം പറഞ്ഞാൽ ഇപ്പം അമ്മാമേനെ കണ്ടപ്പോഴേ ഒരു വിഷമം തോന്നും. കാരണം ഇനിയിപ്പം അങ്ങനത്തെ ഡ്രസ്സുകൾ കാണാൻ ആളുകൾ കാണത്തില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പ്രാണിയുടെ കുഞ്ഞിനെ നമ്മൾ വീടിനകത്ത് ആക്കിയിട്ടാണ് പോയെ. ഇപ്പൊ തുറന്ന വഴി അവനെ തുറന്നു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഓടി വന്ന് പാല് കുടിക്കുന്നു. എന്നിട്ട് അമ്മയുടെ അടുത്ത് പോയി ചേർന്നിരിക്കുക. കള്ളച്ചെറുക്കൻ, കള്ളക്കുട്ടൻ.
പേരെന്നാടാ നിൻ്റെ? കള്ളക്കുട്ടൻ. കുട്ടാപ്പൂന്നാ ഞാൻ പേരിട്ടണേ. മഴ പെയ്തു കേട്ടോ. പെയ്തില്ലേ? ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലെ പറമ്പിൽ ഇങ്ങനെ പൈനാപ്പിൾ നട്ടേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ പരന്ന് കിടക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പട്ടി ഉണ്ടായിരുന്നല്ലോ. പട്ടിക്കുഞ്ഞ് എവിടെയാണ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ പട്ടിക്കുഞ്ഞ് ഇവിടെ ഉണ്ടേ. ഞങ്ങൾ ഷുഗർ ടീച്ചണേ. മാക്കൂണാണ് ഞങ്ങളുടെ പേര്. ഞങ്ങൾക്ക് വാലൊക്കെ ഉണ്ടേ. അവനെ കൊണ്ടുപോട്ടു. ചേട്ടാ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാനായിട്ട് ഇറങ്ങി. തലയിലോ തോളിലോ കയ്യിലോ ഒക്കെ പിടച്ച് കയറുന്ന ഒരു കോഴിപ്പടയാണ് കേട്ടോ നമ്മുടെ കരിങ്കോഴിപ്പെണ്ണ. ഇവളെ ഞാനിങ്ങനെ പുറം തിരിഞ്ഞ് നിൽക്കാമെങ്കിൽ ഇവളെൻ്റെ തലയിൽ വന്ന് കയറുവേ. നോക്കാം. പോവാണോ? കയറാനുള്ള പണിയുണ്ട്. കയറാൻ വരുന്നതാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് നോക്കാം നമുക്ക്. എന്നാടി കയറിക്കടി. കൈ കയറണ്ടോ? ഒന്നുമില്ലെങ്കിൽ അവളെ തല കയറും, അല്ലെങ്കിൽ അവളെ തോളത്ത് കയറും. കണ്ട തലയിലാണ് ഇവള് മിക്കവാറും വന്ന് കയറുന്നത്. തലയിലും തോളത്തും കയറാറുണ്ട്. പറക്കാൻ നോക്കുക. ഇത് തന്നെ പരിപാടി. ദേ ചേട്ടാ, ചേട്ടാ ഇത് കണ്ടോ? അയ്യോ അവിടെ ഇരുന്നോ. കോഴി വിൽക്കാനുണ്ടേ. കോഴി വിൽക്കാനുണ്ടേ. കോഴി ലൈവായിട്ട് വറുത് കയറി വരുത്തി തലയിൽ. ഇത് കണ്ട? ഈ പെണ്ണാണ് എൻ്റെ തലയിൽ വന്നിപ്പോൾ കയറിയവള്. ഈ പെണ്ണ ഞാൻ പുറം തിരിഞ്ഞ് നിന്നാൽ അപ്പം എൻ്റെ തലയിൽ വന്ന് കയറും. ഉറങ്ങുമോ കയ്യിലിരുന്ന് കള്ളി? നീയാണോ കരിങ്കോഴി പെണ്ണ? കങ്കോഴിയാണോടി നീ? കങ്കോഴി വാഴയാണോടി നീ? ഓഹോ, കങ്കോഴിയാണോ നീയാ? കങ്കോഴി സുന്ദരിയാണല്ലോ കാണാനൊക്കെ. എൻ്റെ തലമുടി ഞാൻ വൃത്തിക്ക് ചീക വെച്ചാൽ അത് കളഞ്ഞു കള്ളി. ഓഹോ ഓഹോഹോ, ഭയങ്കര വർത്താനാണല്ലോ പങ്കച്ച. ഭയങ്കര വർത്താനാണല്ലോ. താറാമ നോക്കുന്നുണ്ട് ആരെങ്കിലും? നിൽക്കുന്ന ബക്കറ്റ്, ചുവന്ന ബക്കറ്റിൻ്റെ അടുത്ത്. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കേട്ടോ. രസവാ. ടൈം പാസ്സൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ അടുത്ത് വന്ന് നിന്നാൽ ഒത്തിരി ടൈം പാസ് ഉണ്ട്. താറാമയ്ക്ക് സ്നേഹം കൂടിപ്പോയോണ്ടേ ഈ കൊത്താമന്. എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ കൊത്താവരവ് കൊഞ്ചലൊക്കെ. ഞാൻ എന്നിട്ട് കഴുത്തെ തൂക്കി പിടിച്ചെടുത്തിട്ട് ഉമ്മ വയ്ക്കും, തോളത്ത് കിടത്തും, എന്നിട്ട് താരാട്ടും അടിക്കും നടക്കുക. അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളെ പിടിപ്പിക്കില്ല. ഓടും. പിടിപ്പിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഓടി നമ്മളെ ബുദ്ധിമുട്ടി അവനെ പിടിക്കണം, എന്നിട്ട് പിന്നെ അവനെ കൊഞ്ചിക്കണം. അതൊക്കെയാണ് അവൻ്റെ ഇഷ്ടങ്ങൾ. ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ. പിന്നതേ ഇപ്പം എൻ്റെ തല കയറിയവളാ. ഇനി വീണ്ടും ഒന്നുകൂടെ കയറാൻ വേണ്ടി നോക്കണാണേ. ഓട്ടക്കണ്ണിട്ടുണ്ട്. പിന്നതേ ഒരാൾ കരയിൽ നിന്നിട്ട് വെള്ളം കൊണ്ട് തല ഇട്ട് കോന്തിയിട്ട് പുറമൊക്കെ നനയ്ക്കുന്നു. അല്ലാണ്ട് അതിനകത്ത് ഇറങ്ങി ചാടി തുള്ളി നടക്കത്തില്ലേ, അതങ്ങനെ ഒരെണ്ണം. നമ്മുടെ അവസ്ഥകളൊക്കെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ താറാമയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആ 2 പേരാണ് കേട്ടോ. ഫ്ലൈയിങ് ഡക്കാണ് അത് രണ്ടും. കണ്ടോ, അവളും ഇവളും. ഇതാണിപ്പോൾ താറാമയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. മറ്റ് താറാവുകളോട് അത്രയൊന്നും കൂട്ടുണ്ടാവില്ലേ. ഇവളിപ്പം വീണ്ടും എൻ്റെ തല കയറി. ഇവളിപ്പോൾ ഇറങ്ങിപ്പോയിട്ട് ഒരു ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വന്ന വരവാണ് കേട്ടോ. ഇവള് വീണ്ടും എൻ്റെ തല കയറാനുള്ള വീണ്ടും തല കയറാനുള്ള പരിപാടിയാണ് ഇവള് തല കയറി തല വേദനക്കും അള്ളി പിടിച്ചല്ലേ കയറണം. വേണ്ട ബാ. എന്നാൽ ഇവളെ നിലത്ത് നിന്നാൽ ഇവളെ പിടിപ്പിക്കത്തില്ല. ഇവളല്ലാതെ നമുക്കുടെ ഇഷ്ടത്തിന് അവൾ തല കയറണം. അതാണ് അവളുടെ ആഗ്രഹം. ചേട്ടനാണെങ്കിൽ അതിനകത്ത് പോയി വേസ്റ്റൊക്കെ കോരി മാറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ.
പിന്നെ ഇവനെ വാങ്ങി ഇപ്പോൾ അവൻ്റെ അലങ്കാരം പോട്ട് ഇപ്പോൾ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കോലത്തിൽ നടക്കുന്ന ചെളിയും പിടിപ്പിച്ച്. എന്നേടാ സുന്ദരനായിരുന്നു, ഈ കോലമായി. ഇതൊരു കോഴിക്കുഞ്ഞ, ഈയിടെ ഉണ്ടായൊരു കോഴിക്കുഞ്ഞ. ബാ കയറ്റി വിടണമെങ്കിൽ വിടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. കുറേ നേരമായില്ലേ. ഇപ്പോൾ ഒരു മഴക്കാലത്ത് മഴ മാറി നിന്നപ്പോൾ ഞാൻ വീടും ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ കോഴികളെയൊക്കെ ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഞാനിങ്ങോട്ട് അങ്ങനെ അധികം കയറി വരാനുള്ള കാരണം ഇവരുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ കൊടുക്കുമ്പോൾ ഒക്കെ വിഷമം വരത്തില്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും വരാറില്ല. പിന്നെ വരുമ്പോൾ ഉള്ള സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരും വരേക്കും ദിസ് സൈനിങ് ഓഫ് ബിൻ ദ സ്ട്രീംസ്. ബൈ.